ഏതൊരു ഭാഷയുടെയും ഒരു ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ആണ് വെർബ് എന്ന് പറയുന്നത്. ഒരു സെൻറ്റൻസിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് കാണിച്ചു തരുന്നത് വെർബ് അഥവാ ക്രിയകളാണ്. ഉറങ്ങുക, കളിക്കുക, പാടുക, ഓടുക, ചാടുക, വായിക്കുക, അങ്ങനെ കുറേയുണ്ട് ക്രിയകൾ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വെർബുകൾ എങ്ങനെ കോൺജുഗേറ്റ് ചെയ്യാമെന്നും വെർബ് ഉപയോഗിച്ച് സെൻറ്റൻസുകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നുമാണ്. കൊമൻ എന്നത് ഒരു ക്രിയയുടെ പൂർണ്ണ രൂപമാണ്. അതിനെ ഇൻഫിനിറ്റീവ് ഫോം അല്ലെങ്കിൽ റൂട്ട് ഫോം എന്നൊക്കെ പറയുന്നു. ഇതിൽ കൊം എന്ന ഭാഗമാണ് സ്റ്റെം. നമ്മൾ കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ പൂർണ്ണ രൂപത്തിൽ നിന്ന് ഇയൻ എന്നുള്ളത് മാറ്റിക്കളയുന്നു. എന്നിട്ട് ഈ സ്റ്റെമ്മിൻ്റെ കൂടെയാണ് നമ്മൾ കോൺജുഗേറ്റ് ചെയ്യുന്നത്. വെർബുകൾ രണ്ട് തരത്തിലുണ്ട്. റെഗുലർ വെർബ്സ് അതായത് റേഗൽമേസികും ഇറഗുലർ വെർബ്സ് അതായത് ഉൺറേഗൽമേസികും ഉണ്ട്. റെഗുലർ എന്ന് വെച്ചാൽ സ്റ്റെമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാതെ വരുന്നതിനെയാണ് നമ്മൾ റെഗുലർ വെർബ്സ് എന്ന് പറയുന്നത്. ഇറഗുലർ വെർബ്സിൻ്റെ സ്റ്റെമ്മിൽ ചേഞ്ചസ് വരും. അതായത് നമ്മളൊരു വെർബ് എടുത്ത് കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ മെയിൻ സ്റ്റെമ്മിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരും. നമുക്കാദ്യം റെഗുലർ വെർബിൻ്റെ കോൺജുഗേഷൻസ് പഠിക്കാം. നമുക്കാദ്യം കൊമൻ എന്ന വെർബ് കോൺജുഗേറ്റ് ചെയ്തു നോക്കാം. കൊമൻ എന്നതിൻ്റെ അർത്ഥം ടു കം എന്ന് വെച്ചാൽ വരിക എന്നാണ് അതിൻ്റെ അർത്ഥം. Ich komme, du kommst, er kommt, es kommt, sie kommt, wir kommen, ihr kommt, sie kommen, sie kommen. നമ്മൾ കൊമൻ എന്ന വെർബ് കോൺജുഗേറ്റ് ചെയ്തത് നോക്കിക്കേ. ഇഹ് ഉപയോഗിക്കുമ്പോൾ വെർബിൻ്റെ കൂടെ എ ആണ് എപ്പോഴും ചേർക്കുന്നത്. ദൂവിൻ്റെ കൂടെ എസ് ടേ, സി എസിൻ്റെ കൂടെ ടേ, വിയ സി ഫോമൽ സിയുടെ കൂടെയും എ എൻ, അതായത് വെർബിൻ്റെ പൂർണ്ണ രൂപമാണ് നമ്മൾ, അല്ലെങ്കിൽ ഇൻഫിനിറ്റീവ് ഫോമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇയറിൻ്റെ കൂടെ ടേയും. നമ്മൾ ഈ ചേർക്കുന്ന എൻറ്റുങ് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. നമ്മൾ സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും ഈ കോൺജുഗേഷൻ തന്നെയായിരിക്കും, ഇതിന് മാറ്റം വരുന്നില്ല. അടുത്ത വെർബാണ് മാഹൻ എന്ന് പറഞ്ഞാൽ ടു ഡു അല്ലെങ്കിൽ ടു മേക്ക്, ചെയ്യുക അല്ലെങ്കിൽ ഉണ്ടാക്കുക എന്നതാണ് ഇതിൻ്റെ മീനിങ്. മാഹൻ അങ്ങനെ വേണം ഉച്ചരിക്കാൻ, മാഹൻ. നമുക്ക് വെർബ് കോൺജുഗേറ്റ് ചെയ്യാം. ഇഹ് മാഹ, ദു machst, macht, sie macht, es macht, wir machen, ihr macht, sie machen, sie machen. നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എൻഡും ഇവിടെ സെപ്പറേറ്റ് ആയി എഴുതി വച്ചിരിക്കുന്നത്. നമുക്ക് അടുത്ത വെർബ് കോൺജുഗേറ്റ് ചെയ്ത് നോക്കാം. അടുത്ത വെർബാണ് ആബൈറ്റൻ. ആബൈറ്റൻ ആബൈറ്റൻ എന്ന് പറഞ്ഞാൽ ടു വർക്ക്, പ്രവർത്തിക്കുക, ജോലി ചെയ്യുക എന്നൊക്കെയാണ് ആർബൈറ്റൻ്റെ അർത്ഥം. നമുക്കിനി ഇത് കോൺജുഗേറ്റ് ചെയ്യാം. Ich arbeite, du arbeitest, er arbeitet, sie arbeitet, es arbeitet, wir arbeiten, ihr arbeitet, sie arbeiten, sie arbeiten. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മൾ കഴിഞ്ഞ രണ്ട് വെർബ് കോൺജുഗേറ്റ് ചെയ്തതുപോലെയല്ല ഇവിടെ ഈ വെർബ് ആർബൈറ്റൻ എന്നുള്ള വെർബ് നമ്മൾ കോൺജുഗേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് സെക്കൻഡ് പേഴ്സൺ സിംഗുലറും തേർഡ് പേഴ്സൺ സിംഗുലറിൻ്റെ കൂടെയും നമുക്ക് എക്സ്ട്രാ ഒരു എ വന്നിട്ടുണ്ട്. ദു ആർബൈറ്റസ്റ്റ് അഡീഷണൽ ആയിട്ട് നമുക്കൊരു എ വന്നിട്ടുണ്ട്. സി എസിൻ്റെ കൂടെയും എ വന്നിട്ടുണ്ട്, ഇയറിൻ്റെ കൂടെയും എ വന്നിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ടേ, അതായത് സ്റ്റെം ടേയിലാണ് അവസാനിക്കുന്നത് എങ്കിൽ നമ്മൾ കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ
അതിൻ്റെ കൂടെ സെക്കൻഡ് പേഴ്സൻ്റെ കൂടെയും തേർഡ് പേഴ്സൺ സിംഗുലറിൻ്റെ കൂടെയും നമ്മൾ അഡീഷണൽ എ ചേർക്കേണ്ടതുണ്ട്. നമുക്ക് അടുത്ത വെർബ് നോക്കാം. അടുത്ത വെർബാണ് ഫിൻഡൻ. ഫിൻഡൻ എന്ന് പറഞ്ഞാൽ ടു ഫൈൻഡ്, കണ്ടുപിടിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. Ich finde, du findest, er findet, sie findet, es findet, wir finden, ihr findet, sie finden, sie finden. ആർബൈറ്റൻ എന്ന വെർബ് കോൺജുഗേറ്റ് ചെയ്ത പോലെ തന്നെയാണ് ഈ വെർബും നമ്മൾ കോൺജുഗേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് സെക്കൻഡ് പേഴ്സൻ്റെ കൂടെയും തേർഡ് പേഴ്സൺ സിംഗുലറിൻ്റെ കൂടെയും നമ്മൾ അഡീഷണൽ എ ചേർത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടേലും ഡേലും അവസാനിക്കുന്ന സ്റ്റെമ്മ്, അതായത് നമ്മൾ കോൺജുഗേറ്റ് ചെയ്യാൻ പോകുന്ന വെർബിൻ്റെ സ്റ്റെമ്മ് അവസാനിക്കുന്നത് ടേ അല്ലെങ്കിൽ ഡേയിലാണെങ്കിൽ നമ്മൾ സെക്കൻഡ് പേഴ്സൻ്റെ കൂടെയും തേർഡ് പേഴ്സൺ സിംഗുലറിൻ്റെ കൂടെയും അഡീഷണൽ എ ചേർക്കേണ്ടതുണ്ട്. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കിനി അടുത്തൊരു വെർബ് നോക്കാം. ഹൈസൺ. ഹൈസൺ. ഹൈസൺ എന്ന് പറഞ്ഞാൽ ടു കോൾ അല്ലെങ്കിൽ വിളിക്കപ്പെടുക എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് കോൺജുഗേറ്റ് ചെയ്ത് നോക്കാം. Ich heiße, du heißt, er heißt, sie heißt, es heißt, wir heißen, ihr heißt, sie heißen, sie heißen. ഈ വെർബ് കോൺജുഗേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ ഇതിൽ എവിടെയോ ഒരു മിസ്സിംഗ് ഉണ്ട്. സെക്കൻഡ് പേഴ്സൻ്റെ കൂടെ എസ് ചേർത്തിട്ടില്ല. അതിൻ്റെ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസെറ്റ്, ആസ്, സെറ്റ് എന്നിവ വരുമ്പോൾ ഡൂൻ്റെ ഒപ്പം, അതായത് സെക്കൻഡ് പേഴ്സൺ സിംഗുലറിൻ്റെ ഒപ്പം എക്സ്ട്രാ എസിൻ്റെ ആവശ്യമില്ല. അവിടെ ഓൾറെഡി ഒരു എസ് പ്രൊനൗൺസിയേഷൻ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സെക്കൻഡ് പേഴ്സൺ കോൺജുഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എസ് ടേ വെച്ചിട്ടാണ്. സെറ്റ്, എസ്, എസെറ്റ് വരുമ്പോൾ നമ്മൾ എക്സ്ട്രാ എസ് അവിടെ ചേർക്കേണ്ടത് ആവശ്യമില്ല. ഹൈസ് എന്നത് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ടേ ആണ് വരുന്നത്. നമുക്കവിടെ ഓൾറെഡി എസിൻ്റെ പ്രൊനൗൺസിയേഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മളവിടെ എസ് ചേർക്കാത്തത്. അപ്പോൾ ഇതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത വെർബാണ് വോണൻ. ടു ലിവ് എന്ന് പറഞ്ഞാൽ താമസിക്കുക. നമുക്ക് ഈ വെർബ് കോൺജുഗേറ്റ് ചെയ്ത് നോക്കാം. Ich wohne, du wohnst, er wohnt, sie wohnt, es wohnt, wir wohnen, ihr wohnt, sie wohnen, sie wohnen. വെർബുകളുടെ ഉച്ചാരണം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഇവിടെ ഹാ വന്നിട്ടുണ്ട്, ഹാ ഇവിടെ സൈലൻ്റ് ആണ്. അപ്പോൾ നമ്മളിന്ന് 6 വെർബുകൾ കോൺജുഗേറ്റ് ചെയ്യാൻ പഠിച്ചു. ഈ 6 വെർബിൻ്റെയും കോൺജുഗേഷൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതെല്ലാം റെഗുലർ വെർബ്സ് ആണ്. നമുക്കിനി ഇന്ന് പഠിച്ച കുറച്ച് വെർബുകൾ വെച്ചിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കി നോക്കാം. സെൻറ്റൻസിന് സാറ്റ്സ് എന്നാണ് ജർമ്മനിൽ പറയുന്നത്. നമുക്കൊരു സിഷ് ഫോർസ്റ്റെല്ലൻ ചെയ്യാം. സിഷ് ഫോർസ്റ്റെല്ലൻ എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ചെറുതായിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കാം, ഒന്ന് പരിചയപ്പെടുത്താം. Ich heiße Pooja. Ich heiße Pooja. അതിൻ്റെ മലയാളം തർജ്ജമ എൻ്റെ പേര് പൂജ എന്നാണ്. എക്സാക്റ്റ് തർജ്ജമ ഞാൻ വിളിക്കപ്പെടുന്നത് പൂജ എന്നാണ്. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ എൻ്റെ പേര് പൂജ. അടുത്ത സാറ്റ്സ് Ich komme aus Indien. അതായത് നമ്മളൊരു സ്ഥലത്ത് നിന്നും വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഔസ് എന്നുള്ളത് വരണം. അതിൻ്റെ തർജ്ജമ ഞാൻ വരുന്നത് ഇന്ത്യയിൽ നിന്നുമാണ്. അടുത്ത സാറ്റ്സ് Ich wohne in Ernakulam. Ich wohne in Ernakulam. ഞാൻ താമസിക്കുന്നത് എറണാകുളത്താണ്. Ich mache Deutschkurs. Ich mache Deutschkurs.
ഞാൻ ജർമ്മൻ കോഴ്സ് ചെയ്യുന്നു. ഞാൻ ജർമ്മൻ കോഴ്സ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിന്ന് 6 റെഗുലർ വേർബ്സ് നമ്മളിന്ന് കോൺജുഗേറ്റ് ചെയ്യാൻ പഠിച്ചു. കൂടെ നമ്മൾ 4 സെൻറ്റൻസും പഠിച്ചു. നമ്മൾ വേർബ്സ് പഠിക്കുമ്പോൾ അതിൻ്റെ കോൺജുഗേഷൻ പഠിക്കുക, അർത്ഥം പഠിക്കുക, കൂടെ ഇതുപോലൊരു ചെറിയൊരു സെൻറ്റൻസ് നമ്മൾ ഉണ്ടാക്കി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആ വെർബ് കൂടുതൽ നമ്മൾ ഓർത്തിരിക്കാൻ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.